MLA IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും ഒഴിവാക്കി പ്രിയങ്ക ഗാന്ധിയുടെ NM വിജയന്റെ വീട് സന്ദർശനം. നേതാക്കളുടെ തട്ടിപ്പിനിരയായി വൻ സാമ്പത്തിക ബാധ്യതയിലായി NM വിജയൻ ആത്മഹത്യ ചെയ്ത് ഒരു മാസം പിന്നിട്ടപ്പോഴായിരുന്നു സന്ദർശനം. MLA പ്രതിയായതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കേസ് നടക്കുകയാണല്ലോ എന്ന് മറുപടി പറഞ്ഞ പ്രിയങ്ക ഇതേക്കുറിച്ചുള്ള മറ്റു ചോദ്യങ്ങളോട് പ്രതികരിച്ചുമില്ല. അനൂപ് KR നൽകും സമഗ്രമായ വിവരങ്ങൾ. NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ കുറ്റാരോപിതനായി ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന IC ബാലകൃഷ്ണൻ MLA രാജി ആവശ്യപ്പെട്ടാണ് ഇന്ന് ബത്തേരിയിൽ ശക്തമായ പ്രതിഷേധം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPM തുടർന്നു വരുന്ന വിവിധ സമരങ്ങളുടെ ഭാഗമായിരുന്നു മനുഷ്യചങ്ങല. ബത്തേരി ചുങ്കൻ ജംഗ്ഷൻ മുതൽ മാനിക്കുനി വരെയുള്ള ബത്തേരി നഗരത്തിന്റെ ഒരരികിലൂടെ ഈ പ്രതിഷേധ ചങ്ങല നീണ്ടു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പ്രതിഷേധത്തിൽ ആദ്യ കണ്ണിയായി പങ്കെടുത്തു. നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ ബത്തേരിയിലേക്ക് എത്തിയത്. ഇതിനകം തുടർന്നു വന്ന വിവിധ സമരങ്ങളുടെ ഭാഗമായി വയനാട്ടിൽ പല മേഖലകളിലും വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതിൽ വയനാട്ടിൽ പൊതുവിൽ വലിയ പ്രതിഷേധം IC ബാലകൃഷ്ണനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം ഈ കേസിൽ കുറ്റം ചുമത്തപ്പെട്ട മറ്റു രണ്ടുപേർക്കെതിരെയും പ്രധാനപ്പെട്ട രണ്ട് പ്രതികളാണ് വയനാട്ടിലെ ബത്തേരി MLAയും അതോടൊപ്പം MLA IC ബാലകൃഷ്ണനും അതോടൊപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചനും. ഏതായാലും ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, MLA IC ബാലകൃഷ്ണൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. അതിനു മുൻപ് തന്നെ ഏരിയ തലങ്ങളിൽ പ്രതിഷേധ സദസ്സുകൾ, പ്രതിഷേധ മാർച്ചുകൾ, അതോടൊപ്പം ഈ വിധത്തിൽ വാഹന പ്രചരണ ജാഥകളെല്ലാം CPM സംഘടിപ്പിച്ചിരുന്നു. ലോക്കൽ തലങ്ങളിൽ പ്രതിഷേധ സദസ്സുകൾ, പഞ്ചായത്ത് തലങ്ങളിൽ പ്രതിഷേധ സദസ്സുകളെല്ലാം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ന് മനുഷ്യചങ്ങലയിലേക്ക് ആ പ്രതിഷേധം എത്തിയത്. ഏതായാലും മനുഷ്യചങ്ങലയ്ക്ക് ശേഷം പൊതുയോഗവും ബത്തേരിയിൽ നടന്നു, സ്വതന്ത്ര മൈതാനിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് കോൺഗ്രസിനെ നിശിതമായി രൂക്ഷമായി വിമർശിച്ച് സംസാരിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് DCC പിരിച്ചുവിടണമെന്നാണ് M സ്വരാജ് ആവശ്യപ്പെട്ടത്. DCC പിരിച്ചുവിടണം, അതൊരു കൊള്ളക്കാരുടെ കമ്മിറ്റിയായി മാറി. സംസ്ഥാന നേതൃത്വത്തിന് നടപടിയെടുക്കാൻ കഴിയില്ല, കാരണം സംസ്ഥാന നേതൃത്വം തന്നെ വലിയ രീതിയിൽ കൊള്ളക്കാരാണ്. അഖിലേന്ത്യാ നേതൃത്വം ഇതിൽ DCCയെ പിരിച്ചുവിട്ട് നടപടിയെടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി നടപടിയെടുത്തില്ലെങ്കിൽ അവരെ ഒരു മോശം ജനപ്രതിനിധിയായി, അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത ജനപ്രതിനിധിയായി കേരളം വിലയിരുത്തും, ലജ്ജിക്കുമെന്നും അക്കാര്യത്തിൽ കേരളം ലജ്ജിക്കുമെന്നും M സ്വരാജ് പറഞ്ഞു. ഇന്ന് പ്രിയങ്ക ഗാന്ധി ഒരു മാസക്കാലത്തിന് ശേഷം, ഈ സംഭവം നടന്ന ഒരു മാസക്കാലത്തിന് ശേഷമാണ് NM വിജയന്റെ വീട്ടിലെത്തിയത്. വലിയ പ്രതിഷേധങ്ങളും സമ്മർദ്ദങ്ങളും ശക്തമാവുന്നതിന് ഇടയായിരുന്നു അവരുടെ സന്ദർശനം. അതോടൊപ്പമല്ല, അവരെ സംബന്ധിച്ച്, അവരുടെ ഓഫീസ് സംബന്ധിച്ച് അതിലുള്ള ആളുകൾക്ക് ഈ വിധത്തിൽ ആ കേസുമായുള്ള ബന്ധമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതെല്ലാം വലിയ സമ്മർദ്ദമായി രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വൈകിയ വേളയിൽ അവരുടെ NM വിജയന്റെ വീട്ടിലെ സന്ദർശനത്തിന് ശേഷം ഈ MLA ഈ കേസിൽ പ്രതിയായതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ ആ വിധത്തിൽ എന്തുകൊണ്ട് പാർട്ടി കാര്യങ്ങൾ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒഴിഞ്ഞു മാറി പോകാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ശക്തമായ ചോദ്യങ്ങൾ ഉണ്ടായതോടുകൂടി കേസ് നടക്കുകയാണല്ലോ എന്ന് അവർ പറഞ്ഞു. എന്നാൽ പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയാതെ മടങ്ങുകയാണ് ചെയ്തത്. ഏതായാലും പിന്നീട് കുടുംബത്തോടൊപ്പമാണ് താനെന്നും കുടുംബത്തിന് ആ വിധത്തിൽ ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ സന്ദർശനത്തിന് ശേഷം മടങ്ങിയതിനു ശേഷം NM വിജയന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് മകൻ വിജേഷും മകന്റെ ഭാര്യ പത്മജിയും പറഞ്ഞു. ഇവർക്കെതിരെ, അല്ലെങ്കിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആ കുടുംബം പറഞ്ഞു. എല്ലാ പിന്തുണയും വിഷമിക്കേണ്ട, ഞങ്ങളുടെ ഫാമിലിന്റെ കൂടെ ഉണ്ടാവും തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിധത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം പൂർത്തിയാവുകയാണ് ചെയ്തത്. പിന്നീട് നാം പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രസ്താവനകളോ ഒന്നും തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഏതായാലും NM വിജയന്റെ മകന്റെയും NM വിജയന്റെയും മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീണ്ടും മറ്റൊരു തലത്തിൽ ആ വിധത്തിൽ തന്നെ ശക്തിയാർജിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടായെങ്കിലും ഇക്കാര്യങ്ങളിലൊന്നും ഒരു കാര്യമായ മറുപടി ഉണ്ടായില്ല. അതേസമയം അന്വേഷണം ശക്തമായി തന്നെ തുടരുകയാണ്. K സുധാകരനെ ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസുമായി സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബം ഇന്നലെ പോലീസിൽ ഒരു പരാതി നൽകി എന്നുള്ളതാണ്. അത് ഈ കുടുംബത്തെ തുടർച്ചയായി NM വിജയന്റെ മരണത്തിന് ശേഷം അധിക്ഷേപിക്കുന്ന അത്തരത്തിലുള്ള ചില പരാമർശങ്ങളും മറ്റും ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവർക്കെതിരെ വലിയ ഒരു സോഷ്യൽ മീഡിയ ആക്രമണം ആ വിധത്തിൽ ഉയരുന്നുണ്ട്. അതിനെതിരെ പോലീസിൽ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം അവരൊരു പരാതി നൽകി. ഇക്കാര്യത്തിലും
കോൺഗ്രസ് നടപടി സ്വീകരിക്കും എന്നാണ് അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി ഏതായാലും കഴിഞ്ഞ ദിവസം പോലീസിൽ അവർ നൽകുകയുണ്ടായി. ശരി, അനൂപാണ് സമഗ്രമായ വിവരങ്ങൾ വയനാട്ടിൽ നിന്നും നൽകിയത്.